കോരി ചൊരിയണ പെരുമഴയത്ത് എല്ലാവർക്കും വീട്ടിലിരിക്കാനായിരിക്കും ഇഷ്ടം. പക്ഷേ ഞങ്ങൾക്ക് അങ്ങനെയല്ല, ഞങ്ങൾക്ക് പുറത്തോട്ട് ഇറങ്ങാനാണ് ഇഷ്ടം. അതായത് ആ ഒരു ടൈമിൽ ഇറങ്ങുമ്പോൾ എന്തായാലും തിരക്കുണ്ടാവില്ല. അപ്പം ഞാനും ഐഷും മിച്ചും കൂടെ വിചാരിച്ച് നമുക്കൊരു സിനിമയ്ക്ക് പോകും. കുറേ ദിവസമായിട്ട് പ്ലാൻ ചെയ്യുന്നതാണ് ആ സിനിമ കാണാൻ പോകണമെന്ന്. ലോകയാണ്, നല്ല ലേറ്റായൊരു വീഡിയോ ആണെന്ന് അറിയാം. എന്നാലും റോഡൊക്കെ നല്ല പെരുമഴയാണ്. റോഡൊക്കെ നല്ല ഇങ്ങനെ എന്താ പറയുക, ആറ് പോലെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബസ്സിൽ പോകാമെന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങിയത്. പക്ഷേ ബസ്സിൽ പോകുന്ന പോസിബിൾ അല്ല എന്ന് മനസ്സിലായപ്പോൾ ഒരു ഓട്ടോ പിടിച്ചു. ഓട്ടോ നമ്മളെ ബഡ്ജറ്റിലുള്ളതല്ല, എന്നാലും കുഴപ്പമില്ല, എന്തായാലും മഴയായി പോയില്ലേ, ഓട്ടോ പിടിച്ചങ്ങ് പോകാമെന്ന് വിചാരിച്ചു. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് 6:15 ഷോയ്ക്ക് നമ്മൾ 5:30 അവിടെ എത്തുന്നത്. അപൂർവങ്ങളിൽ അപൂർവമായിട്ട് സംഭവിക്കുന്ന ഒരു പ്രതിഭാസം അല്ലേ, അങ്ങനെ എനിക്കിതിന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഐഷുവിനെയും മിച്ചുവിനെയും കൂടെ ഞാൻ ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞ് അവിടെ ഇരുത്തിയിട്ട് ഞാൻ എന്ത് ചെയ്ത്, സ്റ്റാൻഡിനകത്ത് കുറച്ച് കടകളുണ്ട്. അപ്പോൾ അവിടെ പോയി കുറച്ച് സാധനങ്ങളൊക്കെ തിന്നാൻ വേണമല്ലോ, അതും വാങ്ങിച്ച് ഞാൻ തിരിച്ച് വന്ന ശേഷം നമ്മളിതാ സീറ്റ് തപ്പി കണ്ടുപിടിച്ച് അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. നമ്മൾ വന്നപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല. പിന്നെ എ സിക്കകത്തിരിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ നേരത്തെ ഇങ്ങ് കയറിയെന്നേ ഉള്ളൂ. ആരും ഉണ്ടായിരുന്നില്ല. ആകെ ഫ്രണ്ടിൽ ഒരു ഫാമിലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മിച്ചുവിന് ഇത് അപൂർവ കാഴ്ചയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്നും ഏത് സിനിമയ്ക്ക് പോയാലും ലേറ്റായിട്ട് മാത്രമേ അവിടെ എത്താറുള്ളൂ. കാരണം ആദ്യത്തെ ആ ഒരു പോർഷൻ നമുക്ക് എപ്പോഴും മിസ് ചെയ്യാറുണ്ട്. അപ്പോൾ മിച്ചു അത് ഇങ്ങനെ നോക്കി കാണണം ആരും ഇല്ലാത്ത. പിന്നെ നമ്മൾ ആദ്യം തുടങ്ങുന്നതിന് മുന്നേ, അതാ കണ്ടില്ലേ, സിനിമ തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ 5 സ്റ്റാറിൽ നിന്ന് തുടങ്ങി. അപ്പോഴേക്കും 5 സ്റ്റാർ തിന്ന് കയറുന്നപ്പോഴത്തേനും എന്താ സിനിമ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും എല്ലാവരും പറയുന്ന പോലെ അടിപൊളി സിനിമയായിരുന്നു, ഒരു രക്ഷയില്ല. കല്യാണി പ്രിയദർശനൊക്കെ അടിപൊളിയായിരുന്നു. ഇതാ ഈ ഒരു എൻഡിങ് കഴിയുമ്പോഴത്തേക്ക് എല്ലാവരും ഓരോരുത്തരായിട്ട് എണീച്ച് പോകാൻ തുടങ്ങി. പക്ഷേ ഇതിൽ തീരുന്നില്ല, ഇനിയും ഉണ്ട് സിനിമ. അതായത് കുറച്ച് പോർഷനും കൂടെ ഉണ്ട്, അത് തീർന്നിട്ടേ എല്ലാവരും എണീറ്റ് പോകാവുള്ളൂ.